എവിടെ വരെയായി അന്വേഷണമൊക്കെ? എന്റെ അന്വേഷണത്തെ പറ്റി നിന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല. അല്ല, പതിവില്ലാതെ കയ്യിലൊരു കവറൊക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി. എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നപ്പോ പോലും ഞാൻ ആവശ്യപ്പെടാതെ നിങ്ങൾ എനിക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ട് തന്നിട്ടില്ലല്ലോ ഉണ്ണിയേട്ടാ. അങ്ങനെയൊന്നും പറയണ്ട. ഞാൻ ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടല്ലോ. എന്റെ അച്ഛനും മുത്തശ്ശി ഉള്ളത് കൊണ്ട് അതിന്റെ ആവശ്യം നിങ്ങൾക്ക് വന്നിട്ടില്ല. അല്ല, അതൊക്കെ പോട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ കണ്ണേറ്റിനോടൊപ്പം ക്യാബിനിൽ പോയിരിക്കാൻ, ഏത് നേരവും കണ്ണേറ്റിനോടൊപ്പം സഞ്ചരിക്കാൻ. അങ്ങനെ സഞ്ചരിക്കുന്നൊന്നും കണ്ണേട്ടൻ അങ്ങനെ ഇഷ്ടമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇഷ്ടമല്ലെങ്കിലും നിങ്ങൾ കൂടെ നിൽക്കണം. ഇനി ഒരു കാരണവശാലും കണ്ണേട്ടനും ലക്ഷ്മിയും തമ്മിൽ ഒന്നിക്കാൻ പാടില്ല. ഇന്ന് ലക്ഷ്മി അവിടെ വന്നായിരുന്നോ ഫൈനാൻസേഴ്സില്? ഇല്ല. ആ, ഇതിപ്പോ അമ്മായിയച്ഛന്റെയും മരുമോന്റെയും തലയ്ക്ക് നെല്ലിക്കത്തള്ളം വെക്കേണ്ട സമയം കഴിഞ്ഞു. എന്റെ അച്ഛന്റെ കാര്യം അറിയാലോ, പ്രേതത്തെ കണ്ട് രാത്രി പേടിക്ക. ആ പ്രേതം എന്റെ അച്ഛൻ്റെയാ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് നിന്നോട് ചോദിച്ചത്, എന്റെ അച്ഛന്റെ ബുള്ളറ്റിലേക്ക് പാഞ്ഞു കയറിയ ലോറി നിന്റെ അച്ഛൻ്റെ ആണോന്ന്. ആ സമയത്ത് ലോറി ഡ്രൈവ് ചെയ്തത് നിന്റെ അച്ഛനാണോന്ന്. അനാവശ്യം പറയരുത് നിങ്ങള്. അല്ലെങ്കിൽ തന്നെ എന്റെ അച്ഛന് ഒരു പരിചയമില്ലെന്നാ നിന്റെ അച്ഛൻ പറയുന്നത്. പിന്നെ എങ്ങനെയാ എന്റെ അച്ഛൻ അങ്ങേരുടെ പിന്നാലെ കൂടുന്നത്? കണ്ടുപിടിക്കേ. നിങ്ങളുടെ ഏട്ടന്റെയും എന്റെ അച്ഛന്റെയും ഭാഗത്തെ തെറ്റുകൾ നിങ്ങൾ തെളിയിക്കേ. എന്നാലല്ലേ ഡിറ്റക്റ്റീവ് എന്ന പേരിന് ഒരർത്ഥം ഉണ്ടാവും. സത്യം പറയാലോ, ഈ കുറ്റാന്വേഷണ കഥകളൊക്കെ വായിക്കുന്നത് കുട്ടിക്കാലം മുതലേ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാനൊരു ഡിറ്റക്റ്റീവിനെ നേരിട്ട് കണ്ടിട്ടില്ല. എന്തായാലും ഇപ്പൊ അതിനുള്ള ഭാഗ്യം ഉണ്ടായി. എന്റെ തല ചൂട് പിടിച്ചിരിക്കുക. അതിന്റെ കൂടെ നിന്റെ ഈ സംസാരം ഉണ്ടല്ലോ, അതെനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല കേട്ടോ. ദഹനക്കേടിന് വേണമെങ്കിലേ ഇഞ്ചിയും കുരുമുളകും കൂടെ ഇട്ട് നല്ലൊരു കാപ്പി ഉണ്ടാക്കി തരാം. വലിയൊരു ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ടാ ഞാനിപ്പോ നടക്കുന്നത്. ഞാൻ പറയുന്നുണ്ടോന്ന് തോന്നരുത്. ഞാൻ വലിയൊരു ദുരന്തത്തിനൊപ്പാണ് നടക്കുന്നത്. ആ ദുരന്ത എന്റെ ഒപ്പം നിൽക്കുന്നത്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ജോലിയും കൂലിയില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം നീയും നിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെ ജോലിയും കൂലിയില്ലാത്ത എനിക്കൊപ്പം ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കേണ്ടതല്ല. പിന്നെ എന്തുകൊണ്ടാ ഇപ്പൊ നിൽക്കുന്നത്? എന്റെ അച്ഛനാടാ നിന്റെ അച്ഛനെ കൊന്നത്. അത് തന്നെയാടാ അതിന് കാരണം. എന്താ നീ അതിനുള്ള മറുപടി ഒന്നും പറയാത്തത്? അത് മാത്രമാണോ? നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ നിന്നെ തെറ്റുകാരിയാക്കി ചിത്രീകരിച്ചില്ലേ? അതൊക്കെ ഒരു പെൺകുട്ടിക്ക് പൊറുക്കാൻ പറ്റുമോ? ഇപ്പോ ഉണ്ണിയേട്ടന് എന്താ വേണ്ടത്? ഞാൻ ഇവിടുന്ന് പോണോ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിന്റെ സ്വഭാവം അരച്ച് കലകി കുടിച്ചവനാ ഞാൻ. അങ്ങനെയുള്ള നീ ഇപ്പൊ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് അത്ഭുതമുണ്ട്. ആ അത്ഭുതത്തിന് കാരണം എന്താന്ന് നിങ്ങക്ക് നന്നായിട്ട് അറിയാം ഉണ്ണിയേട്ടാ. ആ കാരണം നിങ്ങളുടെ ഏട്ടൻ തന്നെയാ. ലക്ഷ്മിയെ വെറുക്കുന്ന കണ്ണേട്ടനെ എനിക്കിഷ്ടമാ, അങ്ങേരുടെ വീട്ടിൽ താമസിക്കാനും. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അല്ലാതെ സുന്ദരമായ മോന്ത കാട്ടി എന്നെ പറ്റിച്ച നിങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടല്ല. നിന്റെ ഈ സന്തോഷമൊക്കെ പെട്ടെന്ന് കെട്ടുപോകുമെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ കെട്ടുപോവെങ്കിലേ എനിക്ക് കയറി ചെല്ലാൻ 1 അല്ല 2 വീടുകളുണ്ട്. എന്റെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും വീടുകള്. അതുപോലെ തന്നെ എനിക്ക് ജീവിക്കാനുള്ള സമ്പത്തും ഉണ്ട്. അതുകൊണ്ട് ഒന്നിനെ കുറിച്ചോർത്തും ഞാൻ ഭയപ്പെടാറില്ല. പക്ഷെ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിലേ നിങ്ങളുടെ ഏട്ടൻ കനിയണം. ഇപ്പൊ കണ്ണേട്ടനുള്ള സ്വത്തിന്റെ ഒരു അംശമെങ്കിലും കിട്ടണം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഏട്ടനെ പിണക്കാതെ ഏട്ടന്റെ കൂടെ നിൽക്കണമെന്ന്. അതിന് കഴിയുന്നില്ലെങ്കിലേ ഗോവിന്ദ ഗോവിന്ദ എന്ന് പാടിക്കൊണ്ടൊരു മൂലയിൽ ഇരിക്കാൻ നോക്ക്. കഴിവില്ലാത്ത ഭർത്താവ. കല്യാണം കഴിഞ്ഞ ശേഷം ഒരു പെൺകുട്ടിയുടെ ശാപം. അതിനേക്കാളും വലിയ ശാപമുണ്ട്. അതെന്താന്നറിയോ? പിശുക്കനായ ഭർത്താവ്. ഇത്രയൊക്കെ നാള് ജോലി ചെയ്ത എന്റെ വലിയൊരു അംശം ബാങ്കിലുണ്ടെന്ന് നിങ്ങളുടെ അമ്മ തന്നെ പറഞ്ഞായിരുന്നു. എന്നാലേ 1 രൂപ ചെലവാക്കുമ്പോ അറിയാതെ മിടിക്കുന്ന ഒരു ഹൃദയമാണ് നിങ്ങളുടേത്. ഒരു വൃത്തികെട്ട ഹൃദയം. അങ്ങനെ ഹൃദയമുള്ള ഒരാളെയാ ഞാൻ കെട്ടിയത്. അതാണ് എന്റെ പരാജയം. അതുകൊണ്ട് തന്നെയാ ഉടനെ ഒരു ഭാര്യ ഭർത്തൃബന്ധം വേണ്ടാന്ന് ഞാൻ പറഞ്ഞത്. ഒരു കുഞ്ഞിനെ പോറ്റാൻ
സ്വന്തം പുരുഷന് കഴിവില്ലാന്നൊരു ഭാര്യ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവള് പിന്നെ അമ്മയാവാൻ ആഗ്രഹിക്കില്ലടോ.